PSC പരീക്ഷകളിൽ ധാരാളമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. സുവർണ കമ്പിളികളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേതാണ്? ഓസ്ട്രേലിയയാണ്. പഞ്ചാബ് സിംഹം എന്ന് വിളിക്കുന്ന സ്വാതന്ത്ര്യസമര നായകനാരാണ്? ലാലാ ലജ്പത് റായിയാണ്. കാറ്റിലൂടെ പരാഗണം നടത്തുന്നതിന് എന്ത് പറയുന്നു? അനിമോഫിലി എന്ന് പറയുന്നു. ദിനോസർ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? റിച്ചാർഡ് ഓവനാണ്. വെള്ളം കുടിക്കാത്ത ജീവി ഏതാണ്? കങ്കാരുവലിയാണ്. പൂച്ചകളെ ഭയപ്പെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണെന്ത്? എലിയൂറോഫോബിയ. രക്തസമ്മർദ്ദം ഏറ്റവും ഉയർന്ന ജീവി ഏതാണ്? ജിറാഫാണ്. ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ ജീവി ഏതാണ്? ചെമ്മരിയാടാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഇക്തിയോളജി എന്നറിയപ്പെടുന്നു. ചിലന്തിയുടെ ശ്വസന അവയവം ഏതാണ്? ബുക്ക്ലങ്ങുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. കൂടുകൂട്ടുന്ന പാമ്പ് ഏതാണ്? രാജവെമ്പാലയാണ്. ബ്യൂസിഫലസ് എന്നത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ കുതിരയായിരുന്നു. പക്ഷികളുടെ ഹൃദയത്തിന് 4 അറകളുണ്ട്. മത്സ്യങ്ങളുടെ ഹൃദയത്തിന് 2 അറകളുണ്ട്. തവളയുടെ ഹൃദയത്തിന് 3 അറകളുണ്ട്. അതോടൊപ്പം തന്നെ പാറ്റയുടെ രക്തത്തിന് നിറമുണ്ടാവില്ല. ഞണ്ടിൻ്റെ രക്തത്തിന് നിറം നീലയാണ്. ഉറുമ്പിൻ്റെ ക്രോമസോം സംഖ്യ 2 ചിമ്പാൻസിയുടെ ക്രോമസോം സംഖ്യ 48 തവളയുടെ ക്രോമസോം സംഖ്യ 26 ആനയുടെ ക്രോമസോം സംഖ്യ 56 കൊതുകിൻ്റെ ക്രോമസോം സംഖ്യ 6 പാമ്പുകളെക്കുറിച്ചുള്ള പഠനത്തെ എന്തു വിളിക്കുന്നു? ഓഫിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷിയാണ് കാക്ക. മണ്ണിരയുടെ വിസർജനാവയവം ഏതാണ്? നെഫ്രീഡിയാണ്. തേനീച്ചകളിൽ ആശയവിനിമയത്തിന് സഹായിക്കുന്ന രാസവസ്തുക്കൾ ഏതാണ്? ഫിറമോണുകളാണ്. മാഗഡ്സ് എന്നറിയപ്പെടുന്നത് ഈച്ചയുടെ കുഞ്ഞുങ്ങളെയാണ്. കാലിൽ ശ്രവണേന്ദ്രിയമുള്ള ജീവി ഏതാണ്? ചീവീടാണ്. വിജ്ഞാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന പക്ഷി ഏതാണ്? മൂങ്ങയാണ്. ഏറ്റവും ചെറിയ കുരങ്ങ് ഏതാണ്? ഗിബ്ബൺ ആണ്. മുൻപോട്ടും പിറകോട്ടും പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഇത്? ഹമ്മിങ് ബേർഡ്. തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ്? ചെമ്മീനാണ്. ശാസ്ത്രീയമായ മത്സ്യകൃഷി അറിയപ്പെടുന്നത് പിസികൾച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹരിത വിപ്ലവം എന്നത് ഭക്ഷ്യധാന്യ ഉൽപാദന മേഖലയിലെ വികസനമാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പാൽ ഉൽപാദന മേഖലയിലെ വികസനത്തെയാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. മത്സ്യ ഉൽപാദന മേഖലയിലെ വികസനത്തെയാണ് നീല വിപ്ലവം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മുട്ടയുടെ ഉൽപാദന മേഖലയിലെ വികസനത്തെയാണ് രജത വിപ്ലവം എന്ന് പറയുന്നത്. വിളക്കേന്തിയ വനിത എന്ന് പറയപ്പെടുന്നതും അതോടൊപ്പം തന്നെ ആധുനിക നഴ്സിംഗിൻ്റെ മാതാവ് എന്ന് പറയപ്പെടുന്നതും ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ വിപ്ലവത്തിൻ്റെ മാതാവ് എന്ന് പറയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. ഉരുക്കു വനിത എന്ന പേരിൽ അറിയപ്പെടുന്നത് മാർഗരറ്റ് താച്ചർ ആണ്. ഇന്ത്യയിലെ ഉരുക്കു വനിത എന്ന് പറയപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയാണ്. വനിതകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ രാജ്യം ഏതാണ്?
ന്യൂസിലാൻഡാണ്. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിത മാഡം ക്യൂറിയാണ്. അതോടൊപ്പം തന്നെ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ്? ചെമ്പാണ്. ബഹിരാകാശത്ത് പോയ ആദ്യ ഏഷ്യൻ വനിത ആരാണ്? കൽപ്പന ചൗളയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ റേഡിയോ പരിപാടി സംപ്രേഷണം ചെയ്തത് 1923 ശൂന്യാകാശത്ത് ആദ്യമായി പോയ ഭാരതീയനാരാണ്? രാകേഷ് ശർമ്മയാണ്. UN-ൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാരാണ്? മാതാ അമൃതാനന്ദമയിയാണ്. പത്മശ്രീ ലഭിച്ച ആദ്യ ഇന്ത്യൻ നടി ആരാണ്? നർഗീസ് ദത്താണ്. ബുക്കർ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ഭാരതീയനാരാണ്? അരവിന്ദ അഡിഗ. ദി വൈറ്റ് ടൈഗർ എന്ന് പറയുന്ന കൃതിക്ക് 2008 അരവിന്ദ അഡിഗയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിച്ചത്.